ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. AA23 AA23 അല്ലു അർജുൻ 23ാമത്തെ ചിത്രം, ഡയറക്റ്റഡ് ബൈ ലോകേഷ് കനകരാജ്, മ്യൂസിക് അനിരുദ്ധ് രവിചന്ദർ. ഇതിനപ്പുറത്തേക്ക് വേറൊന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകേഷിലുള്ള പ്രതീക്ഷകൾ ഒരു പരിധിവരെ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു വൻ കംബാക്കിന് പുള്ളിക്കാരന് ഒട്ടും സമയം വേണ്ട. രണ്ട്, അല്ലു അർജുനെ പോലെ ഒരു ഐക്കോണിക് സ്റ്റാർ ലോകേഷിനെ പോലുള്ള ആളുടെ കയ്യിൽ കിട്ടുമ്പോൾ പരിപാടി കുറച്ചുകൂടി മാറാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. അതിൻ്റെ അല്ലു അർജുനാണെങ്കിലും കഥ വെറുതെ ഒന്നും ചൂസ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നിട്ടുണ്ട്. ഷൂട്ടിങ്ങും തുടങ്ങിയിട്ടില്ല, ബട്ട് അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ്. ഒരു 51 സെക്കൻഡ് 52 സെക്കൻഡൊക്കെ ഉള്ളൂ. ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം. റെഡി. You ain't stopping me. Step aside, motherfucker. I said 23, going on a spree. You just set me free. VIP, walking easily, but so casually. Low PG, like mentally, that's a guarantee. Talk to me, numbers never lie. Add it up, that's me. I said 23. Strive for greatness. അയ്യവാ, കീടിലൻ സാധനം കേട്ടോ. 51 സെക്കൻഡേ ഉള്ളൂ വീഡിയോ, പക്ഷെ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലോകേഷിൻ്റെ ഒരു പരിപാടി കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കയ്യിലെ ബാങ്കിൾ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയറ്റി വരുന്നത്, പിന്നെ ലോകേഷിൻ്റെ ഫ്രെയിമിൽ അല്ലു അർജുൻ, അത് ശരിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, സ്ഥിരം ലോകേഷ് പടങ്ങളിൽ വരുന്ന പരിപാടി തന്നെയല്ലേ പിടിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. കാരണം അതിൽ ഇപ്പോൾ മ്യൂസിക് ആണെങ്കിലും അനൗൺസ്മെൻറ്റിലൊന്നും ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു ഇംഗ്ലീഷ് റാപ്പ് സ്റ്റൈൽ ഒരു സാധനം, അതിൻ്റെ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കണ്ണ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ, പിന്നെ അതിൻ്റെ ഒരു സ്റ്റൈലിഷ് വാക്ക് കാര്യങ്ങൾ, പിന്നെ കുറേ സിംഹം ചെന്നായ ഒക്കെ കൂടെ പിടിച്ചിട്ടുള്ളൊരു പരിപാടി. അത് ലോകേഷ് ചെയ്യുന്ന സ്ഥിരം പരിപാടികൾ പോലെ തന്നെയാണ്. പക്ഷെ അത് എനിക്കിതിലുള്ള പ്രതീക്ഷ എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലു അർജുനെ പോലൊരു നടൻ അദ്ദേഹത്തിൻ്റെ ഫ്രെയിമിൽ വരിക, പുള്ളിക്കാരൻ്റെ സ്റ്റൈലിഷ് ആക്ടിങ് അല്ലെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ്, അത് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യും. കാരണം അല്ലു അർജുൻ വേ ഓഫ് ആക്ടിങ് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ചില സാധനങ്ങളുണ്ടല്ലോ. പുള്ളിക്കാരൻ തമാശ പറയുന്നത്, ഫൈറ്റ് ചെയ്യണത്, അദ്ദേഹം ചിരിക്കണത്, ഓരോ സാധനങ്ങളും പുള്ളിക്കാരൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് വളരെ ചളിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പോലും വളരെ രസമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നടനാണ് അല്ലു അർജുൻ. അപ്പോൾ അതിൽ വലിയ പ്രതീക്ഷ ഉണ്ട്. ഇപ്പോൾ ചെറിയൊരു തീം നമ്മൾ കണ്ട് മറന്നിട്ടുള്ള തീമാണെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ, ലോകേഷിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ, അതും അല്ലു അർജുനായിട്ട് ചെയ്യുമ്പോൾ ഒരു വൻ സാധനം വരാനുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. ഒരൊറ്റൊന്നേ ഉള്ളൂ, അല്ലു അർജുനെ പോലെയൊക്കെ ഒരു നടനെ കിട്ടിയിട്ട് തോന്നിയവസം കാണിച്ചു വെക്കരുത്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വെച്ചാൽ, പുള്ളിക്കാരൊക്കെ വലിയ ഡയറക്ടറാണ്. നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുറ്റം പറയാം, ആരും ഇതല്ല പറയുന്നത്. കാരണം കൂലി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര പ്രതീക്ഷയോട്ടാണ് പടം കാത്തിരുന്നിട്ടുള്ളത്. നമ്മളൊക്കെ അത് നല്ല എത്ര സ്റ്റാറിനാണ് കയ്യിൽ കിട്ടിയത്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എനിക്കെന്താ വെച്ചാൽ രജനീകാന്തിൻ്റെ ഡേറ്റ് കിട്ടി, ഓക്കെ ഇന്നൊരു പടം ചെയ്തേക്കാം, ഓക്കെ കമോൺ. പോയി പറഞ്ഞു രജനീകാന്താണ് നടൻ, അമീർ ഖാൻ താങ്കൾ അഭിനയിക്കുമോ? യെസ്, രജനീകാന്താണോ, അഭിനയിക്കാം. അടുത്ത ആളെ പറഞ്ഞു രജനീകാന്താണ് നടൻ, നമുക്ക് ഞാൻ അഭിനയിക്കാം, എന്താ ഇപ്പം. അടുത്ത ആളെത്തും പോകുന്നു രജനീകാന്താണ് നടൻ. ഇത് മാത്രം പറഞ്ഞ് വിറ്റ് എല്ലാവരെയും അഭിനയിപ്പിച്ചിട്ട് ആ പടം കൊണ്ടായി കൊളാക്കിയ പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അല്ലു അർജുനെ കിട്ടുമ്പോഴും അല്ലു അർജുൻ മൂവി 2000 കോടി കളക്ഷൻ, മനസ്സിലായില്ലേ? അതായത് പുഷ്പ 2 പടം 5 പൈസ കൊള്ളൂലെങ്കിലും അടിപൊളിയാണ്. എന്നിട്ടും ഇത്രയും കളക്ഷൻ, ഓക്കെ കൊമേഴ്ഷ്യൽ പരിപാടിയൊക്കെ സെറ്റാണ്. മൈത്രി ആണ്, ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്, മൈത്രിയാണ്. പോലെ പ്രൊഡക്ഷൻ വലിയ പ്രശ്നമല്ല. ഇതെല്ലാം കൂടി വരുന്ന സമയത്ത് എല്ലാ ആളുകളെയും ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരാൻ വളരെ ഈസിയാണ്, അല്ലെങ്കിൽ വലയിട്ട് പിടിക്കാൻ വളരെ ഈസിയാണ്. പക്ഷേ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് വെച്ചിട്ട് ഓരോ കൊണ്ടുവന്ന് വെറും ജോക്കറായിട്ട് വിട്ടയക്കണ പരിപാടിക്ക് ദയവായി ചെയ്യരുത്. നിങ്ങൾ ആദ്യ പടം ചെയ്യണത് എങ്ങനെയാണോ അതേ സീരിയസ്നെസ്സോട് കൂടി ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഉപദേശിക്കൊന്നുമല്ല, എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യണേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല പടം കാണാൻ പറ്റുമേ, അങ്ങനെയാണ് കേട്ടോ, ഉദ്ദേശിച്ചല്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തൂ. സാധനം കൊള്ളാം, നൈസ്.